ബംഗാളിലെ CPM ഭരണത്തിലുണ്ടായ വീഴ്ചകൾ ദുഃഖകരമെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി. ബോധപൂർവമല്ലാത്ത തെറ്റാണ് ഉണ്ടായത്. കുറേ ശരികൾക്കിടയിൽ സംഭവിച്ചതായിരുന്നു. ബംഗാളിലെ വീഴ്ചയിൽ മാപ്പ് പറഞ്ഞിട്ടില്ല. പോരായ്മ ഉണ്ടായെന്ന് പറഞ്ഞു. കുറ്റസമ്മതത്തെ പെരുപ്പിച്ചു കാട്ടുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറിമാർ ആരും തൊഴിൽ തേടി കേരളത്തിൽ വന്നിട്ടില്ലെന്നും മറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ തെറ്റാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പിണറായി വിജയന്റെ ചിത്രം ഉയർത്തി കൂറ്റൻ ഫ്ലക്സ് വെച്ചതിൽ തെറ്റില്ല എന്നും MA ബേബി മീഡിയ വണിനോട് പറഞ്ഞു. നാം ഇപ്പോൾ ഉള്ളത് ബംഗാളിലെ മുസഫർ അഹമ്മദ് ഭവനാണ്. CPMന്റെ ആസ്ഥാനം. നമ്മുടെ ഒപ്പമുള്ളത് CPMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയാണ്. കോമ്രേഡ്, വർഷങ്ങളായിട്ട് വലിയ ഒരു മഹത്തരമായ ഒരു കെട്ടിടമാണിത്. കാര്യം ജ്യോതിബസുവും ബുദ്ധദേവ് ഭട്ടാചാര്യയും അടക്കമുള്ളവർ ഇവിടെ വന്നതിന് ശേഷമായിരുന്നു അസംബ്ലിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസവും അങ്ങ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ CPMന്റെ ജനങ്ങൾ ഇപ്പോൾ 15 വർഷമായി അധികാരത്തിന് പുറത്താണ്. കഴിഞ്ഞ നിയമസഭയിലാണെങ്കിൽ ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ ക്ഷമ ചോദിച്ചതിന് ശേഷം കാത്തിരിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യമാണ് അങ്ങ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കുറച്ചൊന്ന് വളച്ചൊടിച്ചിട്ടാണ്. ആ അഭ്യൂഹം പൂർണ്ണരൂപത്തിൽ കാണുന്നവർക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞതെന്നുള്ള വ്യക്തമാവും. ഞാൻ വിശദീകരിച്ചതിലേക്ക് വന്നാൽ 34 വർഷം ഇടതുപക്ഷ പ്രസ്ഥാനം, ഇടതു മുന്നണി, ഭൂപരിഷ്കരണം, അധികാര വികേന്ദ്രീകരണം, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ലാത്ത വമ്പിച്ച കുതിച്ച് ചാട്ടം കാർഷിക ഉൽപ്പാദനത്തിൽ. അത് 3 ദിവസം മുമ്പ് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ ഒരു സ്കോളർ എഴുതിയ ലേഖനത്തിനകത്ത് അത് പരാമർശിക്കുന്നു. അപ്പോൾ അങ്ങനെ നേട്ടങ്ങളുടെ ഒരു അഭിമാന പർവ്വം പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്നു 34 വർഷക്കാലത്തിൽ. അതിനിടയ്ക്ക് അവിടെയും ഇവിടെയും ചെറിയ തെറ്റുകുറ്റങ്ങളും ബോധപൂർവമല്ലാതെ സംഭവിച്ചു പോയിട്ടുണ്ട്. വ്യവസായവൽക്കരണമാണ് ബംഗാളിൻ്റെ അടുത്ത ഘട്ടം. ആ വ്യവസായവൽക്കരണത്തിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായ ചില പോരായ്മകൾ, അത്തരം പോരായ്മകൾ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞതാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ അതിനെ പഴയ തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചു എന്നുള്ള തരത്തിൽ അവതരിപ്പിക്കുന്നത് മാധ്യമങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അത് ആളുകൾ ശ്രദ്ധിക്കാനും ചർച്ചയാകാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നേട്ടങ്ങൾക്കിടയിൽ ചില പോരായ്മകൾ, അപ്പോൾ അങ്ങനെ ക്ഷമ ചോദിച്ചില്ല എന്നാണ് അങ്ങ് പറയുന്നത്. അന്ന് പറ്റിയ ചില പോരായ്മകൾക്കും വീഴ്ചകൾക്കും ഞങ്ങൾ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ അതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ഇടതുപക്ഷ മുന്നണി ഭരണം ഇവിടെ നിലനിന്നിരുന്ന കാലത്ത് ഇവിടെ നിന്ന് തൊഴിൽ തേടി കേരളത്തിലേക്കോ മറ്റിടത്തേക്കോ ഒന്നും ആരും പോയിരുന്നില്ല. ജില്ലാ സെക്രട്ടറിയുടെ പൊറോട്ട അടിക്കുക തരത്തിലുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരടക്കം. അതെ. അപ്പോൾ അത് അങ്ങനെയുള്ള നുണയെ അവതരിപ്പിക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ട്. പക്ഷെ അത് നമുക്ക് മാറ്റിവെക്കാം. അതിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്നതല്ല. ജില്ലാ സെക്രട്ടറിമാരാരും തൊഴിൽ തേടി മുൻ ജില്ലാ സെക്രട്ടറിമാർ കേരളത്തിൽ വന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതെല്ലാം ഇനിയിപ്പോൾ എന്ത് പറയും? പോളിറ്റ് ബ്യൂറോ മെമ്പർ, ബംഗാളിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർ വന്നു എന്ന് വേണമെങ്കിൽ ഇവർ പറയും. എല്ലായിടത്തും വലിയ കൂറ്റൻ ഫ്ലക്സുകളും ബാനറുകളും ഉയർന്നത് പിണറായി വിജയൻ്റെ ചിത്രം പതിച്ചായിരുന്നു. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു വ്യക്തിയെ മാത്രം ഉയർത്തിക്കാട്ടിയുള്ള ഒരു അരവാൾ ചുറ്റിക പോലും ഇല്ല എന്നുള്ളതാണ് വ്യാപകമായിട്ടുള്ള വിമർശനം പ്രതിപക്ഷത്തിൻ്റെ അടക്കം വരുന്നത്. ഇപ്പം ഈ ചോദ്യത്തിൽ തന്നെ നാട്ടിൽ ഇത് സംബന്ധിച്ച് ചോദ്യം ഉന്നയിക്കുന്നവരുടെ വാദത്തിൻ്റെ ഒരു ഭാഗം വന്നത് എത്ര വലിയ അബദ്ധമാണെന്നുള്ള വ്യക്തമാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രമില്ല. ഇത് LDFൻ്റെ പ്രചരണ ബോർഡുകളാണ്. അതിനകത്ത് എങ്ങനെയാണ് എൽ ഡി എഫിലെ ഒരു ഘടക പാർട്ടി നേതൃത്വ പാർട്ടിയാണെന്ന് പറയാം, അരിവാൾ ചുറ്റിക മാത്രം വരിക? അപ്പം ഈ ആഖ്യാനങ്ങൾ, ഞങ്ങളെ വിമർശിക്കാൻ വേണ്ടി നടത്തുന്ന ആഖ്യാനങ്ങൾക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ നമുക്ക് പിഴവുകൾ കണ്ടെത്താൻ പറ്റും. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അനുയോജ്യമായ വിധത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നു. അതിനു മുമ്പ് മന്ത്രിസ്ഥാനം വേണ്ടെന്ന് വെച്ച് പാർട്ടി പ്രവർത്തനത്തിന് വന്ന ആളാണ് സാഹിബ് പിണറായി വിജയൻ. അപ്പോൾ ഈ പാർലമെൻ്ററി സ്ഥാനത്തോടെ നിങ്ങൾ താല്പര്യമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ സഖാവ് പിണറായിയെ കാണാനേ കഴിയില്ല. ഒരു സ്വാഭാവിക നേതൃത്വ രൂപമായി സഖാവ് പിണറായി അദ്ദേഹത്തിൻ്റെ തുടർച്ചയായ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ, സമരങ്ങളിലൂടെ, MLA ആയിരിക്കുമ്പോൾ അടിച്ചു കൊല്ലാനാണ് ശ്രമിച്ചത് പോലീസ് സ്റ്റേഷനിലിട്ട്. ആ രക്തം പുരണ്ട വസ്ത്രവുമായിട്ട് നിയമസഭയൊന്നും നടത്തിയ പ്രസംഗമില്ലേ സഖാവ് പിണറായിയുടെ? അങ്ങനെ വലിയൊരു ചരിത്രമുള്ള ഒരാളാണ് സഖാവ് പിണറായി. അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പ്രതിഫലിച്ചതിനകത്ത് വലിയ വിമർശനവും ചർച്ചയും നടത്തേണ്ട യാതൊരു കാര്യവുമില്ല.